കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ നിലപാട് വഞ്ചനാപരമായിരുന്നു. മാത്രമല്ല അവർ തെറ്റായ കാര്യം ചെയ്തത്. ഡിസംബർ 2022-25 അത് ഞാൻ CPM ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ച ജൻസി സമരത്തിന് മുമ്പാകെ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. ജോൺ ബ്രിട്ടാസ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞത്. ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം. ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. ആ ആളാണിപ്പോൾ എങ്ങനെ UDF വിശ്വസിപ്പിക്കുന്നത്? എന്ത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. സാധ്യ സ്വയം ഒന്ന് വിശ്വസിപ്പിക്കണ്ടേ? തൻ്റെ തന്നെ അതിന് ബ്രിട്ടാസ് പറഞ്ഞ മറുപടി കേരള സംസ്ഥാന വികസനത്തിന് വേണ്ടി ഞാൻ പാലമാകും എന്നാണ് അദ്ദേഹം അന്ന് വിശദീകരിച്ചത്. ഇതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞൊരു ഭാഗം വായിക്കാം. കേരള സൈൻ ദ മെമ്മോറാണ്ടം ഓഫ് ദി പ്രോജക്റ്റ് ഹോൾ ഹാർട്ടഡ്ലി. എവിടെ ലായ്സൽ പറഞ്ഞാൽ ഹോൾ ഹാർട്ടഡ്ലി, നിറഞ്ഞ മനസ്സോടെയാണ് കേരള സർക്കാർ ഒപ്പിട്ടത്. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം കേരള ആരാണ്? ശിവൻകുട്ടി. മെറ്റ് മീ, എന്നെ കണ്ടു, ആൻഡ് ഇൻഫോംഡ് ദി കൺസെൻറ്റ്, എനിക്ക് കൺസെൻറ്റ് തന്നു. എങ്ങനെ? പിന്നെ അയാൾ പറഞ്ഞു ബട്ട് ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ലേറ്റർ, ക്ലാരിഫൈഡ്. ഇതാണ് പ്രധാൻ അവിടെ ക്ലാരിഫൈ ചെയ്ത്. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ നടന്ന കാര്യമാണ്. ഇന്ന് ഒപ്പിട്ട് ഇന്നിപ്പോൾ UDF നയം മഹാ തെറ്റ് പറയുമ്പോൾ ആദ്യം സ്വയംവിമർശനം നടത്തണം. കാര്യം നിങ്ങളുടെ CC രേഖയിൽ തന്നെ CPM CC രേഖയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് അബദ്ധമാണെന്നും ഇത് കേരളത്തിലെ വലിയ തോതിൽ CPM തകർച്ചയ്ക്ക് കാരണമായെന്നും അത് ആ തകർച്ചയ്ക്ക് കാരണം പിണറായി വിജയനും ശിവൻകുട്ടിയും MV ഗോവിന്ദനും ഒക്കെ തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥി സംഘടന നിലപാട് വ്യത്യസ്തമാണ്. അത് നമുക്ക് എപ്പോഴും അറിയാം. വിദ്യാർത്ഥി സംഘടനയുടെ ഓട്ടോണമി ഉണ്ട്. രണ്ടാമത്തെ കാര്യം NEP കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 4 ഇയർ UG പ്രോഗ്രാം നടപ്പാക്കി കഴിഞ്ഞു. NEPയുടെ ഭാഗമാണത്. PM ഉഷ ഫണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വാങ്ങിക്കഴിഞ്ഞു, അതും വാങ്ങി. PM ശ്രീ അവിടെ കരിക്കുലം യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി സിലബസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ PM ശ്രീയെ ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഈ പ്രശ്നം കരിക്കുലം, അതായത് LDFൻ്റെ അന്നത്തെ കാലത്ത് നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെപ്റ്റ് അബയൻസ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു, റദ്ദാക്കിയില്ല. എന്തുകൊണ്ട് റദ്ദാക്കിയില്ല? അതിൽ കൃത്യമായിട്ട് റദ്ദാക്കാത്ത കാരണം ഞാൻ LDFൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് റദ്ദാക്കാത്തതിന് കാരണം ഇന്ന് ജയന്ത് ചൗധരി നൽകിയ കൃത്യത അന്നുണ്ടായിരുന്നില്ല. അതായത് ഏകപക്ഷീയമായി കരാറ് പിന്മാറാം. ഒരു ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരോ ഇടതുപക്ഷ നേതാക്കളോ ഒരു ഘട്ടത്തിലും കേരളത്തോട് എന്ന് പറഞ്ഞില്ല ഏകപക്ഷീയ പിന്മാറാം. അതുകൊണ്ടാണ് അവർ അത് പഠനത്തിന് വെച്ചത്, മാറ്റിവെച്ചത്. ഇന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞ ഏകപക്ഷീയമായിട്ട് സർക്കാരിന് മാറാം. മാത്രമല്ല ഇന്ന് ജയന്ത് ചൗധരി വേറെ കാര്യം പറഞ്ഞ് പൂർണ്ണമായി ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നടപ്പാക്കേണ്ടി വരും എന്ന് പറയും ചെയ്തു. എന്ന് വെച്ചാൽ അതിൻ്റെ കരിക്കുലം അടക്കം മാറ്റം വരും. തെരഞ്ഞെടുപ്പ് സ്കൂളിൽ സ്വാഭാവികമായിട്ടും കരിക്കുലം മാറ്റം വരേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത്രയൊരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം അപ്പോൾ ഇന്നൊരു വ്യക്തത വന്നു. ആ വ്യക്തത UDF വ്യക്തമാവേണ്ട കാര്യമാണ്. കാര്യം ഒരുപക്ഷെ LDFന് ഇല്ലാതിരുന്ന വ്യക്തത UDFന് ഇത്രയും കാലം വിചാരിച്ച കാര്യം. ഇതിൻ്റെ അകത്ത് ഞാൻ LDFനും UDFനും എന്താ പറയുക, അവരൊക്കെ തന്നെ ഇതൊക്കെ പരസ്പര ആരോപണം ഉന്നയിക്കാം. BD സജീഷൻ ബോയ്സ് അവർക്കരുടെ ഇതാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മോഡിയുടെ അജണ്ടയാണെന്നൊക്കെ പറയാം. രാഷ്ട്രീയമായിട്ട് അവരൊക്കെ സംസാരിച്ചാണ്. പക്ഷേ ഈ രണ്ട് പാർട്ടിയും കേരള ജനങ്ങളെ അഭിസംബോധനയുണ്ട്. കേരളത്തിലെ മഹാജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ സെക്യുലർ നിലപാടും മതനിരപേക്ഷ നിലപാടും ഇവരെങ്ങനെ വ്യതിചരിച്ചാൽ ഇവർക്ക് പണി കിട്ടും. ആ പണിയാണ് CPMന് ഇലക്ഷനിൽ കിട്ടിയത്. അത് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PM ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് വളരെ വ്യക്തത വന്ന സ്ഥിതിയിൽ UDFന് മുമ്പിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. മാത്രം നമ്മൾ ആലോചിക്കണം, ഇതിൻ്റെ അകത്ത് അഖിലേന്ത്യാ തലത്തിൽ ജൻസി സമരം ധർമ്മേന്ദ്ര രാജിവെപ്പിച്ചുകൊണ്ട് സമരം വിജയിച്ചൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ സടകുടഞ്ഞ് എണീച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നത് UDFനെ സംബന്ധിച്ചോളം അതൊരു വഞ്ചനാപരമായ നിലപാടിലേക്ക് മാറും. കാരണം ഇതിൽ LDFന് UDF നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ മതനിരപേക്ഷ നിലപാടിൻ്റെ കുറവോ വീഴ്ചയോ ഒന്നുമല്ല, കേരളത്തിന് അർഹതപ്പെട്ട പണമാണിത്. അത് നമ്മൾ ഈ മാധ്യമങ്ങൾ അതും ഹൈലൈറ്റ് ചെയ്യണം. ഈ വിവാദങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രണ്ട് മുന്നണിയും തമ്മിലടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒരുപക്ഷെ വാർത്തയ്ക്ക് സുഖമാണുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട പണമുണ്ട്. 1000 കോടി ചില്ലുവാൻ നമുക്ക് കിട്ടുന്നതാണ്. ഇത് കേന്ദ്രം പിടിച്ചു വയ്ക്കും. നമുക്കറിയാം, ഇത് സുപ്രീം കോടതിയിൽ തമിഴ്നാട് പോയിട്ട് വേറൊരു പ്രശ്നം കൊണ്ട് എന്നാണ്. പക്ഷേ കേരളം അർഹതപ്പെട്ട പൈസയാണ് കേന്ദ്ര സർക്കാർ അവരുടെ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനം നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുന്നത്. ഇത് നമ്മളെ കൊടുക്കുന്ന ടാക്സിൻ്റെ ഭാഗമായിട്ട് വരണം. അല്ല കേന്ദ്രം അവിടെ നിന്ന് കൊണ്ടുവരുന്ന കാശൊന്നുമല്ല. ഇത് കേരളത്തിലെ ആൾക്കാരെ കൊടുക്കുന്ന ടാക്സിൻ്റെ ഭാഗമായിട്ട് പൈസ. അപ്പോൾ ആ ഒരു വസ്തുത അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ രണ്ട് മുന്നണികളും അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കേരളം സംബന്ധിച്ച ഇലക്ഷൻ തോറ്റ CPM സംബന്ധിച്ച മുസ്ലിം വോട്ടുകൾ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്, അതുപോലെ തന്നെ സെക്യുലർ വോട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ ഈ ആരോപണമൊക്കെ ഉന്നയിക്കും.